എന്തറിഞ്ഞിട്ടാ അവൻ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ. സോന, പേടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും പേടിച്ച് വല്ലവനും അടിമയായിട്ടിരിക്കേണ്ടി വരും. നീ ഒരിക്കൽ നിനക്ക് വേണ്ടി സംസാരിച്ചാൽ പിന്നെ നിനക്ക് അഭിമാനത്തോട്ട് തലയോർത്ത് പിടിച്ച് ജീവിക്കാം. എന്താടാ കഴിഞ്ഞോ നിന്റെ അഴിഞ്ഞാട്ടം? ഇപ്പോഴും അമ്മയുടെ ഏതാടി അവനൊക്കെ? എനിക്ക് തോന്നിയെടുത്താ നീ എന്ത് ചെയ്യും? ഓ, എന്നെ ചതിച്ചിട്ട് നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. അതിന് നിന്റെ സമ്മതം ആരാടാ ചോദിച്ചേ? നീ സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ പിറകെ നടന്ന് ശല്യം ചെയ്തില്ലേ? അതിനെ സ്റ്റോക്കിംഗ് എന്ന് പറയും. ഇഷ്ടമുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞ് ബലം പിടിച്ച് കിസ് ചെയ്തില്ലേ? അതിനെ മൊലസ്റ്റേഷൻ എന്ന് പറയും. അന്ന് ഞാൻ മൈനറായിരുന്നു. എന്നെ പറഞ്ഞ് അത്രയും കാലം പറ്റിച്ചതിന് മാനിപ്പുലേഷൻ എന്ന് പറയും. പിന്നെ നിന്നെ വിട്ടിട്ട് പോയാൽ നീ ചത്ത് കളയെന്ന് പറഞ്ഞ് എന്നെ ഇത്രയും കാലം ഭീഷണിപ്പെടുത്തിയില്ലേ? അതിന് ഇമോഷണൽ അബ്യൂസ് എന്ന് പറയും. അറ്റംപ്റ്റ് ടു സൂയിസൈഡിന് വകുപ്പ് വേറെയും. ഞാൻ ഇത്രയും കാലം അനുഭവിച്ച ട്രോമയിൽ നിന്ന് എനിക്കിനി ഒരു തിരിച്ചുപോക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ട കൂട്ടുകാരോ വർഷങ്ങളോ ദിവസങ്ങളോ എന്റെ സോഷ്യൽ ലൈഫ് ഒന്നും എനിക്കിനി തിരിച്ചു കിട്ടില്ല. പക്ഷെ നിനക്കെതിരെ ഞാൻ നിയമപരമായിട്ട് തന്നെ നീങ്ങും. വേണ്ട പൊന്നൂസേ, വേണ്ട. നീ ഇപ്പം എൻ്റെ പൊന്നൂസല്ല. എൻ്റെ പൊന്നൂസ് എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. ഇനി നീ ലുട്ടുവിനെ കാണില്ല. എന്നാലും ആത്മാർത്ഥ സ്നേഹത്തിന് ഈ ലോകത്ത് ഒരു വിലയില്ലേ പൊന്നൂസേ? ഇല്ല പൊന്നൂസേ? ഹലോ ഹലോ. അതുവരെ കലിപ്പനായിരുന്ന ലുട്ടു കട്ടക്കലിപ്പനായി. ആത്മാർത്ഥ സ്നേഹത്തെ പ്രായിക്കൊണ്ട് ലുട്ടു യാത്രയായി. അവന്റെ കോപത്തെ ശമിപ്പിക്കാൻ ഹിമാലയങ്ങൾക്കേ കഴിയുമെന്ന് മനസ്സിലാക്കിയ ലുട്ടു അവിടേക്ക് യാത്രയായി. ശുഭം.